1924 ജൂൺ 14 ജർമ്മനിയിലെ ഓൾഡെ എന്ന ഗ്രാമത്തിൽ പിതാവ് ബെർണാഡ് മോണിങ്മാനും മാതാവ് പൗളയ്ക്കും കൂടി 6 മക്കളിൽ മൂന്നാമത്തെ മകളായി ജനിച്ച് 1924 ജൂൺ 18 ഓൾഡെ ഗ്രാമത്തിൽ സെൻറ്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് ദേവാലയത്തിൽ പൗള കാതറിൻ എന്ന് സ്നാനമേറ്റു. ചെറുപ്പത്തിൽ തന്നെ യേശുവിനോടുള്ള സ്നേഹത്തെ പ്രതി ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്കു വേണ്ടി ചെറിയ ത്യാഗങ്ങൾ അർപ്പിക്കുവാനും ജീവിതത്തിലെ അസൗകര്യങ്ങൾ സഹിക്കുവാനും അമ്മ അവരെ പഠിപ്പിച്ചു. ബാല്യത്തിൽ തന്നെ കഷ്ടപ്പെടുന്നവരിലും ദുരിതമനുഭവിക്കുന്നവരിലും പ്രത്യേക ശ്രദ്ധയും സഹതാപവും ഉണ്ടായിരുന്നു. 10ാമത്തെ വയസ്സിൽ ആദ്യ കുർബാന സ്വീകരിച്ച പൗള കാതറിൻ 11ാമത്തെ വയസ്സിൽ സ്ഥൈര്യലേപനവും സ്വീകരിച്ചു. തുടർന്ന് യുവത്വത്തിൽ തന്നെ ഉർസുലിൻ സഭയിൽ ചേർന്ന് ഒരു സന്യാസിനി ആകുവാനും യഥാർത്ഥത്തിൽ തൻ്റെ ദൈവവിളി തിരിച്ചറിഞ്ഞ് നാടും വീടും ഉപേക്ഷിച്ച് കേരള കരയിലെ കണ്ണൂർ രൂപതയിലെ തളിപ്പറമ്പ് ദേശത്ത് വന്നു. തൻ്റെ മനസ്സിൽ ഉദിച്ച പട്ടുവം പാറയും കള്ളിമുൾ ചെടികളും നിറഞ്ഞ പ്രദേശം തിരഞ്ഞെടുത്തുകൊണ്ട് ദീനസേവന സഭയ്ക്ക് രൂപം നൽകുകയും മദർ പേത്രയുടെ ജീവിതശൈലിയും പ്രാർത്ഥനാ ചൈതന്യവും രോഗികളിലും പാർശ്വവൽക്കരിക്കപ്പെട്ടവരിലും ക്ഷയരോഗികളിലും കുഷ്ഠരോഗികളിലും യേശുവിൻ്റെ തിരുമുഖം ദർശിച്ചുകൊണ്ട് തൻ്റെ ദൗത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് കഠിന പ്രയത്നത്തിലും നിരന്തരമായ പ്രാർത്ഥനയിലും യേശുവിനെ പോലെ സ്വയം ശൂന്യവൽക്കരിച്ചുകൊണ്ട് ദൈവദാസി മദർ പേത്ര ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്ന ദീനസേവന സഭാ സന്യാസിനികളിലൂടെ ഇന്നും ജീവിക്കുന്നു. ദീനസേവന സഭ മദർ ജനറലേറ്റുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ചുറ്റുവട്ടത്തിലായി ഇവിടെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ നമുക്കറിയാം. ഇവിടെ ഓർഫണേജ് ഉണ്ട്, അതുപോലെ തന്നെ മന്ദബുദ്ധികൾക്കായിട്ടുള്ള ഭവനമുണ്ട്, അതുപോലെ കുട്ടികളുടെ അഡോപ്ഷനുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളുണ്ട്. ഇതെല്ലാം ഇവരുടെ പ്രവർത്തനത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ തന്നെയാണ്. ഒരുപക്ഷെ നമുക്കറിയാവുന്നതുപോലെ വർഷങ്ങൾക്ക് മുമ്പ്, ഏതാണ്ട് 50 വർഷങ്ങൾക്ക് മുമ്പ് അന്നത്തെ കോഴിക്കോട് രൂപത മെത്രാനായിരുന്ന ആൽദോ മരിയോ പത്രോണിയാണ് അന്നത്തെ ഒരു പിതാവ് എന്ന നിലയ്ക്ക് ഈ ഒരു സ്ഥാപനം ഇവിടെ തുടങ്ങുവാനായിട്ട്, ഈ ഒരു സഭ ഇവിടെ ആരംഭിക്കുവാനായിട്ട് അനുവാദം കൊടുക്കുകയും അങ്ങനെ ജർമ്മൻകാരിയായ പ്രിയ ബഹുമാന്യായ മദർ പേത്ര, ഇവിടുത്തെ അന്നത്തെ ഈ പ്രദേശത്തെ വികാരി കൂടിയായിരുന്ന ഫാദർ സുക്കോൾ അച്ഛൻ്റെ സാന്നിധ്യത്തിൽ ഈ ഒരു സഭ ഇവിടെ സ്ഥാപിച്ചത്. കഴിഞ്ഞ 50 വർഷങ്ങളായിട്ട് ഈ പ്രദേശത്തെ പാവപ്പെട്ടവരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ഉന്നമനത്തിനായിട്ട് ഈ സഭ പ്രവർത്തിച്ചു വരികയാണ്. ഇവർക്ക് ധാരാളം സേവന മേഖലകൾ ഈ പ്രദേശത്തുണ്ട്. പ്രത്യേകിച്ചും കണ്ണൂർ രൂപതയിലും കോഴിക്കോട് രൂപതയിലും മറ്റ് രൂപതകളിലുമായിട്ടൊക്കെ ഇവരുടെ പ്രവർത്തനങ്ങൾ വ്യാപിച്ച് പന്തലിച്ച് കിടക്കുകയാണ്. സ്വാഭാവികമായിട്ട് ഇവരുടെ പ്രധാനപ്പെട്ട സേവന മേഖല അനാഥരും അലംബഹീനരുമായിട്ടുള്ള കുട്ടികളെ, വൃദ്ധരെ, അതുപോലെ തന്നെ പലതരത്തിലുള്ള അംഗവൈകല്യം സംഭവിച്ചവരെ ശുശ്രൂഷിക്കുക എന്നുള്ളതാണ് ഇവരുടെ വലിയ ദൗത്യം. അതിവർ വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞ 50 വർഷങ്ങളായി നടത്തി വരികയാണ്.
ഇവരുടെ പ്രവർത്തനങ്ങളിൽ എല്ലാവരും തന്നെ വളരെ സംതൃപ്തരാണ്, ആകർഷകരാണ്. കാരണം അത്രമാത്രം ജനകീയമായ രീതിയിൽ ജനങ്ങളുടെ പ്രവർത്തനങ്ങളുമായി ഇഴുകിച്ചേരുവാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. സെന്റ് തെരേസ ഹോം പട്ടുവം ഇവിടെ ഉള്ളത് ബുദ്ധിമാന്ദ്യം സംഭവിച്ചിട്ടുള്ള 35-ലധികം പെൺകുട്ടികളാണ്. ഏകദേശം മിഡിൽ ഏജ് ആയിട്ടുള്ളവരാണ്. ഇവർക്ക് ഇനി സ്വന്തം ഭവനത്തിലേക്ക് തിരിച്ചു പോകുവാനോ അവരാൽ ശുശ്രൂഷിക്കപ്പെടുവാനോ സാധിക്കുകയില്ല. ആയതിനാൽ ദീനസേവന സഭയുടെ സെന്റ് തെരേസ ഹോമിലായിരുന്നു കൊണ്ട് അവരാൽ കഴിയുന്ന വിധത്തിൽ തങ്ങളിലുള്ള എല്ലാ കഴിവുകളെയും വളർത്തിയെടുത്തുകൊണ്ട് അതിനായിട്ട് സഹോദരിമാരുടെ സഹായത്തോടുകൂടി തങ്ങളെ തന്നെ ജീവിതത്തിൽ കൂടുതൽ പോസിറ്റീവായി ചിന്തിക്കുവാനും അവരിൽ അന്തർലീനമായി കിടക്കുന്ന കൊച്ചു കലകളെ വളർത്തിയെടുത്തുകൊണ്ട് തങ്ങളാലാവുന്ന വിധത്തിൽ ആയിരിക്കുന്ന ഭവനത്തിൽ സേവനം ചെയ്യുവാനും മറ്റുള്ളവർക്ക് കൂടുതൽ വെളിച്ചമായി തീരുവാൻ അവരെ ദീനദാസികൾ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ഇവരുടെ ജീവിതം മാതാപിതാക്കൾക്കും ബന്ധുക്കൾക്കും സഹോദരങ്ങൾക്കും പൂർണ്ണമായി അംഗീകരിക്കുവാനോ സ്വീകരിക്കുവാനോ അതുമാത്രമല്ല അവരെ ഏത് സമയവും സംരക്ഷിക്കുവാനോ സുരക്ഷിതരായി കാത്തുപരിപാലിക്കുവാനോ സാധിക്കുന്നില്ല. ഈ കാലഘട്ടത്തിൽ പ്രത്യേകമായി ഇങ്ങനെയുള്ള കുട്ടികൾ ഭവനങ്ങളിലേക്ക് പോയാൽ പലതരത്തിലുള്ള അക്രമങ്ങൾക്ക് വിധേയരാകേണ്ടി വരികയും അങ്ങനെ അവരുടെ ജീവിതം കൂടുതൽ ശോചനീയമായി തീരുകയും ചെയ്യും. ആയതിനാൽ പലപ്പോഴും അവരുടെ ബന്ധുമിത്രാദികൾ അവരെ സന്ദർശിക്കുകയും അവരുടെ ക്ഷേമം അന്വേഷിച്ച് തിരിച്ചു പോവുകയുമാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ളവരെ സംരക്ഷിക്കുവാൻ ദീനസേവന സഭയും ഒപ്പം ആ പ്രദേശത്തുള്ള ജനങ്ങളും ഗവൺമെൻറ്റും തൽപരരാണ്. ഇവരുടെ ജീവിതവും നമ്മൾ ഓരോരുത്തരുടെയും പോലെ ഓരോ ഇന്ത്യൻ പൗരൻ്റെയും പോലെ സ്വാതന്ത്ര്യത്തിലും സ്നേഹത്തിലും അധിഷ്ഠിതമായി സന്തോഷത്തിലും സമാധാനത്തിലും ജീവിച്ച് ലക്ഷ്യത്തിലെത്തിച്ചേരുവാൻ ഇവരെ സഹായിക്കുവാൻ നാം ഓരോരുത്തരും ബാധ്യസ്ഥരും നമുക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്വമുണ്ട്. ഈ ഒരു കർത്തവ്യം നിർവഹിക്കുവാൻ ദീനസേവന സഭയെ പ്രോത്സാഹിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്തത് മദർ പേത്രയും മദർ വില്ലുകാടുമാണ്. ഇവരുടെ ശുശ്രൂഷ മേഖലകളെ തമ്പുരാൻ ഇനിയും അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ദൈവം ഈ ഓരോ മക്കളെയും ഓരോ നിമിഷവും കാത്തുപാലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ മകൾ ഇവിടെ പഠിക്കുന്നുണ്ട്. ബുദ്ധിമാന്യമുള്ള കുട്ടിയാണ്. എനിക്ക് ഏക മകൾ ഒരുത്തിയേ ഉള്ളൂ. അവളെ 2000 ഇവിടെ കൊണ്ടുവന്ന് ആക്കിയതാണ്. ഈ സ്പെഷ്യൽ സ്കൂളിൽ ഇങ്ങനെ ഒരെണ്ണം ഇവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഞങ്ങളെല്ലാം എന്ത് ചെയ്യുമായിരുന്നു എന്ന് ചിലപ്പോൾ ചിന്തിച്ചു പോകുന്നുണ്ട്. അതിൻ്റെ കാരണം മദർ വളരെ ദീർഘമായി കണ്ടുകൊണ്ട് തന്നെ ഈ പല സെക്ഷനും ഇവിടെ ആരംഭിച്ചിരിക്കുന്നു. ജീവിതത്തിൽ അവർ വ്രതം ലാളിത്തമാക്കി എന്ന് അവിടെ എഴുതി വച്ചിരിക്കുന്ന പോലെ തന്നെ വളരെ മുൻകൂട്ടി കണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അവരിത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇവിടെ പലതും ചെയ്തിരിക്കുന്നു. ആയിരക്കണക്കിന് വർഷം ഇത് നിലനിൽക്കും, അതിന് സംശയമില്ല. ഇതറിയപ്പെടാതെ കുറേ ആളുകളുണ്ട്. ഇവിടുത്തെ കന്യാസ്ത്രീമാർ വളരെ സമാധാനത്തോടും സന്തോഷത്തോടും ദൈവാനുഗ്രഹത്തോടും കൂടി തന്നെ ഇവിടെ വർക്ക് ചെയ്യും. 1969 ജൂൺ 1 ഞങ്ങളുടെ സഭ സ്ഥാപിതമാകുന്നത്. ഈ സഭയുടെ സ്ഥാപിക ഒരു ജർമ്മൻ സിസ്റ്റർ, ഉർസലൈൻ സിസ്റ്റർ ആയിരുന്നു, മദർ പേത്ര മോർണിംഗ് മാൻ. മദർ ആക്ച്വലി വന്നത് കോട്ടയം രൂപതയിലെ കാരിത്താസ് സിസ്റ്റേഴ്സിന് ഫോർമേഷൻ കൊടുക്കുന്നതിന് വേണ്ടി തറയിൽ പിതാവാണ് ജർമ്മനിയിൽ നിന്ന് മദറിനെ ഇവിടെ കൊണ്ടുവരുന്നത്. ഇവിടെ കൊണ്ടുവന്ന് മദർ ഇതിന് മുമ്പ് തന്നെ മദറിന് പാവങ്ങളോട് വളരെയധികം അനുകമ്പയുണ്ടായിരുന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലേക്ക്, ഇന്ത്യയിലേക്ക്, പാവപ്പെട്ട ജനങ്ങളുടെ ഇടയിലേക്ക് വരാനുണ്ടായ ഒരു സാധ്യത. ഫോർമേഷൻ മനസ്സിലുണ്ടെങ്കിലും മദർ ഇങ്ങോട്ട് പോരാനുള്ള ഒരു സാധ്യത അതായിരുന്നു. അപ്പോഴും മദർ ഇത് ഉള്ളിലുള്ളത് കൊണ്ട് കേരളം മുഴുവനും തന്നെ ചുറ്റിക്കറങ്ങുമായിരുന്നു ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ. അങ്ങനെ മദർ കൂട്ടുകാരോടൊപ്പം മൂന്നാറിന് പോകുന്ന ഒരു വഴിക്കാണ് തോട്ടം തൊഴിലാളികളായ സ്ത്രീകളും കുഞ്ഞുങ്ങളും ദാരിദ്ര്യ കോലങ്ങളായി ജീവിച്ചിരുന്നത് മദർ കാണുന്നത്. അപ്പോൾ മദറിന് മനസ്സിലായി, ഞാൻ ഇവിടെ തന്നെയാണ് ജോലി ചെയ്യേണ്ട ഒരു സ്ഥലം, ഇതാണ്, ഈ പാവങ്ങളുടെ ഇടയിലാണ് ഞാൻ ജീവിക്കേണ്ടതെന്നുള്ളൊരു ചിന്ത മദറിനുണ്ടാകുകയാണ് ചെയ്യുന്നത്. അന്ന് രാത്രിയിൽ മദർ പറയുന്നതനുസരിച്ച് അന്ന് രാത്രിയിൽ മദറിന് ഉറങ്ങാൻ കഴിഞ്ഞില്ലെന്നാണ് പറയുന്നത്. ഞാൻ ഈ ധനവാന്മാരുടെ കൂടെ
അന്തി ഉറങ്ങാനല്ല വന്നിരിക്കുന്നത്, ദരിദ്ര ജനങ്ങളുടെ ഇടയിൽ അന്തി ഉറങ്ങാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നുള്ള ഒരു ബോധ്യമായിരുന്നു അന്ന് മദൻ ഉദിച്ചത്. ആ ചിന്ത മദനെ വല്ലാണ്ട് അലട്ടുകയും 3 വർഷത്തെ സേവനത്തിന് ശേഷം മദർ തീരുമാനിക്കുകയാണ് ഈ ഇന്ത്യയിൽ തന്നെ സേവനം ചെയ്യണം, ദരിദ്രർക്ക് വേണ്ടി ജീവിക്കണം എന്നുള്ള തീരുമാനം മദർ എടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മദർ കോഴിക്കോട് രൂപതയിലേക്ക് വരുന്നത്. പത്രോണി പിതാവിനോട് ചോദിച്ചപ്പോൾ പത്രോണി പിതാവ് അതൊരു നല്ല ഒരു അവസരമായി കാണുകയും പത്രോണി പിതാവ് സുക്കോളച്ചൻ്റെ അടുത്തേക്ക്, അതായത് പട്ടുവം ഇടവകയായിരുന്നു അന്ന് സുക്കോളച്ചൻ ഉണ്ടായിരുന്നത്, ഏറ്റവും വലിയൊരു മിഷണറി ആയിരുന്നു അന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു മലബാറിനെ മിഷണറി എന്നറിയപ്പെടുന്നതാണ് സുക്കോളച്ചൻ. ഈ മിഷണറിയുടെ അടുത്തേക്ക് മദനെ പറഞ്ഞു വിടുന്നത്. അതിനൊരു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഒരു രഹസ്യമുണ്ട്. കാരണം എന്താ വെച്ചാൽ പട്ടുവം ഇടവകയിലെ ജനങ്ങളും അച്ഛനും ഇവിടെ ഒരു സന്യാസമുഖം വേണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് മദർ പേത്രയെ സുക്കോളച്ചൻ്റെ അടുത്തേക്ക് പത്രോണി പിതാവ് അയക്കുന്നത്. ഇവിടെ വന്ന് പത്രോണി പിതാവിൻ്റെ അടുത്ത് വരികയും പത്രോണി പിതാവ് ഈ പട്ടുവം പാറ വെറും പാറയായിരുന്നു, ഈ പാറ മദനെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ഈ പാറ കണ്ടപ്പോൾ തന്നെ മദന് സന്തോഷമായിരുന്നു. കാരണം ഇവിടെയാണ് എൻ്റെ സഭ സ്ഥാപിക്കേണ്ടതെന്നൊരു തോന്നൽ മദനുണ്ടായിരുന്നു. അങ്ങനെയാണ് മദർ സുക്കോളച്ചൻ്റെ സഹായത്തോട് കൂടിയിട്ട് ഇവിടെ തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ച് 1969 ജൂൺ 1 8 സഹോദരിമാരോടൊപ്പം ദീനസേവന സഭ സ്ഥാപിതമാകുന്നത്. എൻ്റെ വാർഡിലെ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള കണ്ണൂർ ജില്ലയിലെ തന്നെ പ്രശസ്തമായ ഒരു സ്ഥാപനമാണ് സെയിൻറ്റ് ട്രേസാസ് ഹോം. എന്നെ സംബന്ധിച്ചിടത്തോളം മെമ്പർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഈ സ്ഥാപനമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഞാൻ പ്രധാനമായിട്ടും 2 കാര്യങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നത്. ഒന്ന്, ഇവിടെയുള്ള കുട്ടികളുടെ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ, രണ്ടാമത് അവരുടെ മാനസിക ഉല്ലാസം. അപ്പോൾ ഒന്നാമത്തെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഏതൊരു കാര്യങ്ങളും ഇവിടെ പഞ്ചായത്തിൻ്റെ തലത്തിലുള്ള ഏതൊരു കാര്യം ഇവരെ അറിയിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തത്. രണ്ടാമത് വരുന്നത് നമ്മൾക്ക് പട്ടുവം കുടുംബാരോഗ്യ കേന്ദ്രമുണ്ട്. കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ കീഴിൽ നമുക്ക് NCD നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസിൻ്റെ ക്യാമ്പ് കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ക്യാമ്പുകൾ ഡോക്ടറിൻ്റെ സേവനം അടക്കം ഞങ്ങൾ ഇവിടെ ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ സാധാരണഗതിയിൽ ഇവിടെയുള്ള കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യപരമായിട്ട് ചില കുട്ടികൾക്കൊക്കെ ഷുഗറിൻ്റെ പ്രയാസങ്ങളും ഒക്കെ തന്നെയുണ്ട്. അപ്പോൾ ഇത്തരം ക്യാമ്പുകൾ ഇവിടെ വെച്ചിട്ട് നമ്മൾ അവരുടെ ബ്ലഡ് പ്രഷറും ഷുഗർ ലെവലൊക്കെ ചെക്ക് ചെയ്യും. അതിനനുസരിച്ചിട്ടുള്ള മരുന്ന് പ്രൊവൈഡ് ചെയ്യാനും അത് നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുമുണ്ട്. ആ ക്യാമ്പ് നമ്മളിവിടെ കണ്ടക്ട് ചെയ്യാന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യം ഈ കുട്ടികൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ പറ്റുന്നത്. പിന്നെ അല്ലാതെ നമ്മൾ ശുചിത്വപരമായിട്ടും നമ്മുടെ ആരോഗ്യം ശുചിത്വം ആ 2 മേഖലയിലും എന്തൊക്കെ കാര്യങ്ങളാണോ ഉള്ളത് ആ കാര്യങ്ങളൊക്കെ നമ്മളൊരു എന്തെങ്കിലും ഒരു സംഘാടക സമിതിയോ അല്ലെങ്കിൽ മീറ്റിങ്ങോ കാര്യങ്ങളൊക്കെ വരുമ്പം ഞാൻ ഇവിടെ ഇതിൻ്റെ സിസ്റ്റർ ലിയോനെ വിളിക്കാറുണ്ട്, കാര്യങ്ങൾ അവരെ ബോധിപ്പിക്കാറും ഒക്കെ ഉണ്ട്. പിന്നീട് അവരുടെ മാനസികോല്ലാസം നമുക്കറിയാം, ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളാണ്. അപ്പം അവർക്ക് പലതരത്തിലുള്ള നമ്മൾ അവരെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചെടുക്കുക, അവരെ നമ്മൾ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് ഇത്തരം ഒരു റീഹാബിലിറ്റേഷൻ സെന്ററിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. സെൻറ്റ് തെരേസ ഹോമിനെ പറ്റി പറയുകയാണെങ്കിൽ 1970 സ്ഥാപിതമാണ് ഈ ഹോം. സന്യസ്തരായ സഹോദരിമാർ പല സ്ഥലങ്ങളിൽ വിസിറ്റ് ചെയ്യുകയും പല കുടുംബങ്ങളിലും ഭിന്നശേഷിക്കാരായ മക്കൾ കുടുംബത്തിലും സമൂഹത്തിലും പുറന്തള്ളപ്പെടുകയും അവരെ തഴഞ്ഞു നിർത്തുകയും ചെയ്യുന്ന ഒരവസ്ഥ കാണുകയും ചെയ്തപ്പോൾ ഈ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കണമല്ലോ എന്ന ഒരു ആശയം മനസ്സിലൊതുക്കുകയും അങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് സ്ഥാപിച്ചതാണ് സെൻറ്റ് തെരേസ ഹോം. ഇങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും ഈ സ്ഥാപനത്തെപ്പറ്റി അറിഞ്ഞും മറ്റുള്ളവരിൽ പറഞ്ഞു കൊടുത്തും ഒക്കെ ഈ സ്ഥാപനത്തിലേക്ക് പല കുട്ടികളും വരികയുണ്ടായി. അവരെ ഈ സ്ഥാപനത്തിലേക്ക് നമ്മൾ സ്വീകരിക്കുകയും അവർക്ക് ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള പരിശീലനങ്ങൾ ഞങ്ങൾ നൽകുകയും ചെയ്യുന്നു. ഇപ്പോഴിവിടെ 30 കുട്ടികളാണ് റെസിഡൻഷ്യലായിട്ട് താമസിച്ച് വരുന്നത്. അതിൽ 20 മുതൽ 53 വയസ്സ് വരെയുള്ള കുട്ടികളാണ് ഇവിടെ താമസിക്കുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം എഡ്യൂക്കേഷൻ പരമായിട്ട് നമുക്ക് ഉയരാൻ സാധിക്കുന്നില്ല എങ്കിലും
ഈ കുഞ്ഞുങ്ങളെ കലാപരമായും കായികപരമായും നല്ല രീതിയിൽ പരിശീലനം കൊടുക്കാനായിട്ട് സാധിക്കുന്നു. അവർക്ക് അതിലോടാണ് താല്പര്യവും. ഇനി ഇവരെ സംബന്ധിച്ച് പെൺകുട്ടികൾക്കാണ് ഞങ്ങൾ അഡ്മിഷൻ കൊടുക്കാറ്. ഇവർക്ക് അനുദിനവും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ആണ് നമ്മളിവിടെ പ്രാക്ടീസ് കൊടുക്കുന്നത്. നിത്യേന ചെയ്യേണ്ട കാര്യങ്ങൾ, പിന്നെ ഒരു ഭവനം ക്ലീൻ ആക്കുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ തോട്ടത്തിലൊക്കെ ആയാലും പിന്നെ പച്ചക്കറി നനയ്ക്കലും അവ നടുകയും ചെടിക്ക് വെള്ളം ഒഴിക്കലും അങ്ങനെയുള്ളൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രാക്ടീസ് കൊടുക്കാറുണ്ട്. പിന്നെ കുടുംബത്തിലേക്ക് നോക്കുകയാണെങ്കിൽ അവർ ക്രിസ്മസ്, വലിയ അവധി അല്ലെങ്കിൽ ഓണം, ആ അവധിക്ക് വീടുള്ളവർ കൂട്ടിക്കൊണ്ട് പോകാറുണ്ട്. ഇതിൽ 10-15 പേരെങ്കിലും ഓഫൻ കുട്ടികളാണ്. രാജാക്കൾ താരം നോക്കി പോകുന്നു വേദന പട്ടണത്തിൽ. മറിയത്തിൻ പൊന്മകനാ എൻ്റെ പേര് തങ്കമ്മ ജോസ്. ഞങ്ങൾ താമസിക്കുന്നത് കൊട്ടിയൂരാണ്. അപ്പം എൻ്റെ മോള് ഇവിടെ വരാനുണ്ടായ കാരണം, ലോകത്തിൻ്റെ ഏതോ ഭാഗത്തു നിന്ന് മദർ പേത്ര എന്ന ഒരു പുണ്യപുഷ്പത്തെ ഈ ഗ്രാമപഞ്ചായത്തിൽ, ഈ പട്ടുവം ഗ്രാമപഞ്ചായത്തിൽ കൊണ്ട് ദൈവം നട്ടു. ആ നട്ടതിൻ്റെ ഫലമായിട്ട് ഇവിടെ അത് വളർന്ന് പന്തലിച്ച് അനേകം ശിഖരങ്ങളുണ്ടായി. ആ ശിഖരത്തിൽ ചേക്കേറാൻ ദൈവം ഞങ്ങളെയും അനുവദിച്ചു. അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ സമാധാനത്തോടെ ജീവിക്കുകയാണ്. എൻ്റെ കുഞ്ഞ് ഇവിടെ വന്നിട്ട് 32 വർഷമായി. ഞാൻ ഈ 32 വർഷം മുമ്പ് ഒരു 8 വർഷത്തേന് കരഞ്ഞ കരച്ചിലിന്, കണ്ണുനീരിന് അളവുകൾ പറയാനില്ല. കാരണം എനിക്ക് ഒരു വലിയ രോഗമുണ്ടായി ഒരു 35 വർഷം മുമ്പ്. അതായത് ഈ കുഞ്ഞിന് ഒരു 3 വയസ്സുള്ള സമയത്ത്. അത് ഡോക്ടർമാർ മുഴുവൻ പറഞ്ഞിരുന്നത് ഓപ്പറേഷൻ ചെയ്ത് ഗർഭപാത്രമടക്കം നീക്കം ചെയ്യണം, അതുപോലുള്ളൊരു രോഗമാണ് എന്ന് ഡോക്ടർമാർ പറഞ്ഞപ്പോൾ എനിക്ക് 3 പെൺകുഞ്ഞുങ്ങളാണ് ഉണ്ടായിരുന്നത്. മൂത്തതിനെക്കുറിച്ചോ, ഇളയ കുഞ്ഞ് അന്ന് 2 വയസ്സേ ഉള്ളൂ, ആ കുഞ്ഞിനെക്കുറിച്ചോ എനിക്ക് യാതൊരു വേദനകളുമില്ല. കാരണം ഈ 2 വയസ്സുള്ള കുഞ്ഞിനെ വിശക്കുന്നു എന്ന് ചോദിച്ച് പറഞ്ഞ് വാങ്ങി കഴിക്കാനോ അല്ലെങ്കിൽ അതിന് പറയാനോ ഉള്ള കഴിവുണ്ട്. അന്ന് ഈ കുഞ്ഞിന് 4 വയസ്സേ ഉള്ളൂ. ഈ 4 വയസ്സുള്ള കുഞ്ഞ് നടക്കുകയില്ല, അതിന് സ്വന്തമായിട്ട് ഇരിക്കാൻ അറിയില്ല, ഇരുന്നാൽ എഴുന്നേക്കാൻ അറിയില്ല, ഒന്നും അറിയില്ല. സത്യം പറഞ്ഞാൽ അന്ന് ആ രോഗമായിരുന്ന സമയത്ത് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് മരിക്കാൻ പോലും മനസ്സില്ലായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് മരിക്കാൻ മനസ്സില്ല എൻ്റെ, കാരണം ഈ കുഞ്ഞിനെ ഓർക്കുമ്പോൾ എനിക്ക് മരിക്കാൻ പേടിയായിരുന്നു. കാരണം ഇതിനെ ആര് സംരക്ഷിക്കുന്നവർക്ക്. പക്ഷെ ഇപ്പം എനിക്ക് അങ്ങനെ ഒരു ചിന്ത പോലും ഇല്ല. കാരണം ഞാൻ ഇപ്പം മരിക്കാൻ പോലും ഞാൻ സന്നദ്ധയാണ്. കാരണം അവൾ വളരെ സുരക്ഷിതമായ കരങ്ങളിലാണുള്ളതെന്ന് എനിക്ക് ഉറപ്പുണ്ട്. 1991 ഈ ഫീൽഡിൽ കയറിയതാണ്. പക്ഷേ ഞാൻ ആദ്യം കയറിയ കാലത്ത് 91 കയറിയ കാലത്ത് തെരസ്വാമി 27 കുട്ടികളും ഞാനും മാത്രം. പിന്നെ അന്ന് സ്പോർട്സിനൊക്കെ പിള്ളേരെ കൊണ്ടുപോകണമെന്ന് എനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ട്. അപ്പം ഞാൻ അന്ന് മദറായിരുന്ന സിസ്റ്റർ ദാനിയലിനോട് പറഞ്ഞ മദറെ, പിന്നെ പിള്ളേരെ സ്പോർട്സിന് കൊണ്ടുപോകണം, തിരുവനന്തപുരത്ത് ഇങ്ങനെ മത്സരമുണ്ട്, തിരുവനന്തപുരത്ത് കൊണ്ടുപോകാനായിട്ട് എനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ട്, പിള്ളേരെ പുറത്തിറക്കണം, ഇതുവരെ പുറത്തിറക്കിയിട്ടില്ല, ആദ്യമായിട്ട് ഇറക്കാൻ പോവുകയാണ്. അങ്ങനെയൊക്കെ പറഞ്ഞ് മദർ പറഞ്ഞു, ഇവിടെ ഓർഫനേജ് പിള്ളേരെ ബാൻഡ് പഠിപ്പിക്കാൻ വരുന്ന മാഷുണ്ട്, ആ മാഷിനോട് പറയാം. ആ മാഷിനോട് എന്ന് പറഞ്ഞപ്പോൾ ഒരു ദിവസം മുതലപ്പാറ കൊണ്ടുപോയി പിള്ളേരെ പ്രാക്ടീസ് കൊടുക്കാൻ, ഒരു 8 പിള്ളേരെ. അപ്പോൾ മാഷ് പലതരത്തിലുള്ള ഷോർട്ട് പുട്ട് ഓട്ടമൊക്കെ നോക്കി. ഇവരാരും ഒന്നിനും ഒരെണ്ണത്തിനെ പോലും എടുക്കാൻ പറ്റിയില്ല, കൊള്ളുമില്ലെന്ന് പറഞ്ഞു. അപ്പം വേണ്ടെന്ന് പറഞ്ഞു, അങ്ങനെ ഒഴിവാക്കി. അപ്പോൾ പിറ്റേ ആഴ്ചയിലോ പിറ്റേ ദിവസം ഏതാണ്ട് തുടങ്ങി ഞാൻ
പള്ളിയിൽ നിന്ന് വരുമ്പോഴത്തോഴെന്നും പള്ളിയിൽ കുർബാന കഴിഞ്ഞ് വരുമ്പോഴേ പിള്ളേർക്ക് കാപ്പി കൊടുക്കാതെ സ്കൂൾ ഗ്രൗണ്ടിൽ കൊണ്ടുപോയി ഞാൻ പ്രാക്ടീസ് കൊടുത്തു. അങ്ങനെ പ്രാക്ടീസ് കൊടുത്ത് പിള്ളേരെ ഞാൻ തിരുവനന്തപുരത്ത് വെറുതെ കൊണ്ടുപോയി. ഒന്നും കിട്ടിയാലെന്ന് എനിക്ക് എൻ്റെ പ്രതീക്ഷ. പക്ഷേ 8 സ്വർണവും 7 വെള്ളിയും 5 ഓടും കിട്ടി പിള്ളേർക്ക്. അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന അതെല്ലാം ഞങ്ങളൊരു കാർഡ്ബോർഡ്, അന്ന് ബോർഡ് ഭിത്തിയിലൊന്നും ആണിയൊന്നുമില്ല. അപ്പോൾ ഒരു കാർഡ്ബോർഡ് മെഡലുകളെല്ലാം ഇങ്ങനെ തൂക്കിയിട്ട് ഞങ്ങൾ ഭിത്തിയെ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചു. അപ്പോൾ സാറിങ്ങനെ ഒരു ദിവസം അവിടെ വന്നപ്പോഴത്തേനും പിള്ളേർ തന്നെ, ഞാൻ അറിഞ്ഞു പോലുമില്ല സാറ് വന്നത്. അപ്പോൾ പിള്ളേർ തന്നെ കോയിക്ക് മാഷെ നോക്കിയേ, സാറ് ഞങ്ങളെ പറ്റിയല്ലെന്നല്ലേ പറഞ്ഞേ, നോക്കിക്കേ എത്ര സമ്മാനങ്ങളെ ഞങ്ങൾ ഇട്ടിരിക്കുന്നത്, സാറ് മിണ്ടാതെ നിന്നെന്ന് പറഞ്ഞു. നമസ്കാരം, എൻ്റെ പേര് മേരി ഹിമ. ഞാൻ കണ്ണൂർ ജില്ലയിലുള്ള സാമൂഹ്യനീതി വകുപ്പിൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരു കൗൺസിലറാണ്. ഓർഫനേജ് കൺട്രോൾ ബോർഡ് എന്ന് പറയുന്ന ഒരു ബോർഡാണ് ജില്ലയിലുള്ള എല്ലാ സാമൂഹ്യ സ്ഥാപനങ്ങളും നിയന്ത്രിക്കുന്നത്. അങ്ങനെ നിയന്ത്രിക്കുന്ന സ്ഥാപനങ്ങൾ ജില്ലയിൽ ഏകദേശം 100-നും മുകളിലുണ്ട്. ആ 100 പരം ഉള്ള സ്ഥാപനങ്ങളെ 3 റീജിയനായിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. അതിൽ ഒരു റീജിയനാണ് തളിപ്പറമ്പ് റീജിയൻ്റെ ചാർജ് എനിക്കാണ്. ഇവിടെയുള്ള സ്ഥാപനങ്ങളിലുള്ള മക്കളെ കാണുക. മക്കൾ എന്നുദ്ദേശിക്കുന്നത് ചെറിയ മക്കൾ മാത്രമല്ല, ഈ മെൻ്റലി ചാലഞ്ചഡ് ആയിട്ടുള്ള മക്കൾ മാത്രമല്ല, ഓൾഡ് ഏജിൽപ്പെടുന്ന ആൾക്കാരൊക്കെ ഈ ഒരു സ്ഥാപനങ്ങളുടെ കീഴിൽ വരുന്നതാണ്. അപ്പം ഈ തെരേസ ഹോമുമായിട്ടുള്ള ബന്ധം എനിക്ക് തുടങ്ങുന്നത് ഇപ്പോൾ സാമൂഹ്യനീതി വകുപ്പിലേക്ക് ഞാൻ ജോലിക്ക് കയറിയതിന് ശേഷം 2ാമത്തെ വർഷമാണിത്. പക്ഷെ അതിനേക്കാളൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ എനിക്ക് ഈ ഒരു സ്ഥാപനമായിട്ട് ബന്ധമുണ്ട്. കാരണം ഇവിടെയുള്ള സിസ്റ്റേഴ്സ്, DSS സിസ്റ്റേഴ്സ് അല്ലെങ്കിൽ ദീനസേവന സഭയിലെ സിസ്റ്റേഴ്സുമായിട്ടുള്ള ഞങ്ങളുടെ ബന്ധം വളരെ ചെറുപ്പത്തിലേ തുടങ്ങുന്നതാണ്. ചെറുപ്പം തൊട്ടേ ഞങ്ങൾ കണ്ടുവളരുന്ന രൂപങ്ങളാണ് അല്ലെങ്കിൽ കണ്ടുവരുന്ന വ്യക്തികളാണ് ഓരോ സേവനയിലെ സിസ്റ്റർമാരും. കാരണം ഇവിടെയുള്ള ലിയോ സിസ്റ്ററിനെയൊക്കെ വളരെ ചെറുപ്പം തൊട്ടേ എനിക്ക് പരിചയമുള്ളതാണ്. അപ്പോൾ ഇങ്ങോട്ടേക്ക് വന്ന് കയറുമ്പോഴത്തേക്കും ആദ്യമേ തന്നെ ഒരു ബന്ധമുണ്ട്. അതിന് പുറമേ കൂടി ഇവിടെയുള്ള മക്കളെ കാണുമ്പോഴത്തേക്കുള്ള സന്തോഷം വളരെ 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 വലുതാണ്. അപ്പോൾ അത് പറഞ്ഞറിയിക്കാൻ വേണ്ടി പറ്റാത്തൊരു ബന്ധമാണ്. കാരണം ഞങ്ങൾ ഫ്രീക്വൻ്റ് ആയിട്ട് കൗൺസിലേഴ്സിന് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥാപനങ്ങളിൽ പോവുക, കൗൺസിലിംഗ് കൊടുക്കുക, അതുപോലെ തന്നെ കുട്ടികളുടെ ക്ഷേമവിവരങ്ങൾ അറിയിക്കുക എന്നതൊക്കെ ആണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. പക്ഷേ എന്നിരുന്നാൽ കൂടി ഈ പട്ടുവം അതുപോലെ ബക്കളം കുറേ സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ ഈ പട്ടുവത്തേക്ക് വരുന്ന സമയത്ത് ഇവിടെയുള്ള കുറേ മക്കളൊക്കെയും വന്നേക്കുന്നത് ഞങ്ങളുടെ ഇടവക കൂടിയായ ബക്കളത്ത് നിന്നൊക്കെയാണ്. അപ്പോൾ ആ മക്കളെ വളരെ ചെറുപ്പം തൊട്ടേ അറിയാം. അപ്പോൾ ആ ഒരു പരിചയമൊക്കെ ഒന്നും കൂടി ഊട്ടി ഉറപ്പിക്കുന്ന തരത്തിലാണ് മിക്കപ്പോഴും ഇവിടെ വരുമ്പോഴത്തേക്കും എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. 1969-70കളിലെ മലബാറിലെ മലയോര പ്രദേശങ്ങളിലെ ജനങ്ങളുടെ അവസ്ഥ വളരെ ശോചനീയമായിരുന്നു. കാരണം പലവിധ രോഗങ്ങളാലും ദാരിദ്ര്യത്താലും തൊഴിലില്ലായ്മയാലും കഷ്ടപ്പെടുന്ന സാഹചര്യത്തിലാണ് മദർ പേത്ര ഒരു മാലാഖയെ പോലെ കടന്നു വരികയും പട്ടുവം കുഗ്രാമത്തിൽ അവർക്കൊരു ആശ്രയമായി വരികയും ചെയ്തു. പാവങ്ങളെയും ദരിദ്രരെയും സമുദായത്തിൽ അവഗണിക്കപ്പെട്ടവരെയും പുനരുദ്ധരിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് മദർ പേത്ര തൻ്റെ സഭയുടെ ആവശ്യത്തിനായി സഹായിക്കുവാൻ പെൺകുട്ടികളെ അന്വേഷിക്കുകയായിരുന്നു. അങ്ങനെ 1969 ജൂൺ 1-ാം തീയതി 8 പെൺകുട്ടികളോടുകൂടി അവിടെ വന്നു ചേരുകയും അതിൽ ഒരാളായി എന്നെയും തിരഞ്ഞെടുത്തതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എൻ്റെ പേര് ചഞ്ചൽ ബ്രിജിറ്റ്. ഞാൻ ശ്രീകണ്ഠപുരം സെൻറ്റ് തോമസ് ചർച്ച് കോട്ടൂർപ്പള്ളി ഇടവാങ്കാവാണ്. മടമ്പത്താണ് താമസം. ഇതെൻ്റെ മോൻ ക്രിസ്ത്യൻ ഫ്രാങ്കോ. 2014 ഡിസംബറിലാണ് ഞാനിവനെ പ്രസവിച്ചത്. ഞാനിവനെ ഗർഭിണിയായി 3-ാം മാസം മുതൽ എനിക്ക് ബ്ലീഡിങ് ഉണ്ടായിരുന്നു. അപ്പം ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത് തളിപ്പറമ്പിൽ. അവിടുന്ന് ഞങ്ങളോട് ഡോക്ടർ പറഞ്ഞത് ഇവനെ അബോർഷൻ ചെയ്ത് കളയാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ വന്ന് ഞാനും ഹസ്ബൻഡും കൂടി സംസാരിച്ച് കഴിയുമ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു കളയുന്നില്ല. ഞങ്ങൾ വേറൊരു ഹോസ്പിറ്റലിൽ മാറ്റി കാണിച്ചു, സാറിന് ഹോസ്പിറ്റലിൽ. ഡോക്ടർ ഞങ്ങളോട് ആദ്യം പറഞ്ഞത് കളയാം, ഇല്ലെങ്കിൽ അംഗവൈകല്യങ്ങൾ ഉണ്ടാവും, മന്ദബുദ്ധിയായിരിക്കും, പ്രസവിക്കുന്നത് റിസ്ക്കാണ്, വേണ്ട നമുക്ക് കളയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഉറച്ച് തീരുമാനിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ കളയുന്നില്ല, എനിക്ക് കർത്താവ് തന്നതാണ്, കിട്ടുവാണെങ്കിൽ കിട്ടിക്കോട്ടെ, ഞങ്ങളായിട്ട് കളയല, അത് സ്വയം പോവുകയാണെങ്കിൽ പൊക്കോട്ടെ എന്ന് പറഞ്ഞു. പിന്നെ ഡെയിലി ഞങ്ങൾ ആഴ്ചയ്ക്ക് 350 രൂപയുടെ ഒരു ഇഞ്ചക്ഷൻ അടിക്കാനുണ്ടെന്ന് പറഞ്ഞു ഡോക്ടർ. കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ 9-ാം മാസം വരെ എല്ലാ ആഴ്ചയും പോയിട്ട് 350 രൂപയുടെ ഒരു ഇഞ്ചക്ഷൻ അടിച്ചു.
9ാം മാസം സ്കാനിങ്ങിൽ പറഞ്ഞു തലയിൽ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട്. ജനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 വർഷത്തേക്ക് നോക്കണ്ട, നിങ്ങൾ വലിയ പ്രതീക്ഷയൊന്നും കൊടുക്കണ്ട, 2 വർഷം കഴിഞ്ഞിട്ട് കൊച്ചിനെ നമുക്ക് കിട്ടുവാണെങ്കിൽ മാത്രം നിങ്ങൾ പ്രതീക്ഷ വെച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞാൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഡിസംബർ 18-ാം തീയതി ഞാൻ പ്രസവിച്ചിട്ട് കൊച്ചിന് ജസ്റ്റ് ഒന്ന് ഞങ്ങളെ കാണിച്ച് അപ്പം തന്നെ അവർ ICUലോട്ട് കയറ്റി. കൊച്ചിന് ശ്വാസമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ICU കയറ്റി. മഞ്ഞയുണ്ടായിരുന്നു. ICU കയറ്റിയിട്ട് 15 ദിവസം അവിടെ ഹോസ്പിറ്റലിൽ കൊച്ചിനെ ICUയിൽ വെച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഡിസ്ചാർജ് ആയി പോകുമ്പോഴും ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞത് നിങ്ങൾ വലിയ പ്രതീക്ഷയൊന്നും കൊടുക്കരുത്, 2 വർഷത്തേക്ക് നിങ്ങൾ വലിയ പ്രതീക്ഷയിൽ വളർത്തണ്ട എന്ന് പറഞ്ഞു. ഞങ്ങൾ കുഴപ്പമില്ലെന്ന് പറഞ്ഞ് വീട്ടിലോട്ട് പോയി. അത് കഴിഞ്ഞ് നോർമലി കുട്ടികൾ 3 മാസം ആകുമ്പം കഴുത്തുയർത്തി പിടിക്കും, പിന്നെ കമിഴാൻ തുടങ്ങും. ഇതൊന്നും ഇവൻ ചെയ്തില്ലായിരുന്നു. ഇവന് ഇത് 6 മാസമായിട്ട് ഇവൻ സ്വയം കഴുത്തുയർത്തി പിടിക്കാനോ കമിഴാനോ ഒന്നും ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഇവിടെ ജോലി ചെയ്യുന്ന ഒരു ചേച്ചിയുണ്ട്, കത്രീന എന്ന് പറഞ്ഞിട്ട്. അതെൻ്റെ ഹസ്ബൻഡിൻ്റെ കൂട്ടുകാരിയുടെ അമ്മയാണ്. അപ്പോൾ അവരിങ്ങനെ വീട്ടിൽ കൊച്ചിനെ കാണാൻ വേണ്ടി വന്നപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞപ്പം അവർ ഞങ്ങൾ ഇവിടെ പള്ളിയിൽ കൂട്ടിക്കൊണ്ടു വന്നു. ഇവിടുത്തെ മദർ പേത്ര അമ്മയുടെ വിളക്കിൽ ഉണ്ടായിരുന്ന എണ്ണ എടുത്ത് ഞങ്ങൾക്ക് തന്നിട്ട് പറഞ്ഞു, ഇത് തേച്ച് കൊച്ചിനെ നീ കുളിപ്പിക്ക്, കൊച്ചെന്തായാലും എണീറ്റിരിക്കും എന്ന് പറഞ്ഞ് ഞങ്ങൾ ആ എണ്ണ കൊണ്ടുപോയി പ്രാർത്ഥിച്ചിട്ട് എല്ലാ ദിവസവും കൊച്ചിനെ അത് തേച്ച് കുളിപ്പിക്കാൻ തുടങ്ങി. ഒരാഴ്ച ആയപ്പോഴേക്ക് തന്നെ കൊച്ച് കഴുത്തൊക്കെ ഉയർത്തിപ്പിടിച്ചു. 2 ആഴ്ച കൊണ്ട് കൊച്ച് എണീറ്റിരുന്നു. പിന്നെ ഇവന് വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം ഞങ്ങളുടെ മക്കളുടെ എനിക്ക് 6 പിള്ളേരുണ്ട്. 6 പിള്ളേരുടെ വീട്ടിൽ ഏറ്റവും ഉഷാറുള്ളത് ഇവനാണ്. വേറെ ഒരു കുഴപ്പമില്ല ഇവന്.